ഹായ് ഫ്രണ്ട്സ്, സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അല്പം മാങ്ങ അച്ചാറിടെ. മാങ്ങയുടെ സീസണൊന്നുമല്ല, എന്നാലും നമ്മൾ മാർക്കറ്റിൽ പോയി മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്ന് 3 കിലോ മാങ്ങ ഉണ്ട്. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് വെച്ചേക്കോ. ഇത് മാങ്ങ വാങ്ങിക്കാൻ പോയപ്പോഴേ വേറെ ഫ്രൂട്ട്സ് കൂടെ ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല. ഇതിന് ഇവിടെ പറയുന്നത് ബേർ ആപ്പിൾ എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇതിൻ്റെ ചെടിയൊക്കെ നമ്മൾ ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. മുള്ളാണ് നിറച്ച് ഒരു കുറ്റിച്ചെടി പോലെ. നാട്ടിലും ഇതുണ്ട്, പക്ഷെ തീരെ ചെറിയ കായ അതിന്. ഇതൊരു ഹൈബ്രിഡ് സൈസാണ് ബീർ ആപ്പിള്. പിന്നെ അല്ലെങ്കിൽ പിന്നെ വേറൊരു പഴമുണ്ട്, എലന്തിപ്പഴം. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി. ക്യാൻസറിന്, എയ്ഡ്സിന്, പിന്നെ ഷുഗർ വരാതിരിക്കാൻ, എല്ലാ രോഗങ്ങൾക്കും ആയുസ് വരെ നിലനിർത്തുന്നതാണ് ഈ പഴത്തിൻ്റെ ഗുണങ്ങൾ പറയുന്നത്. ഇത് ഞങ്ങൾ ഇത് കഴിച്ചു നോക്കി. നല്ല പച്ച ആപ്പിള്, നമ്മൾ അതിനെക്കാട്ടി നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ പച്ച ആപ്പിൾ എങ്ങനെയാണ് കഴിക്കുന്നത് അതുപോലെ അതിനെക്കാട്ടിലും നല്ല സോഫ്റ്റാണ്. നല്ല മധുരമാണ് ഇത് കഴിക്കാൻ കേട്ടോ. നിങ്ങളെ ഇച്ചിരി പരിചയപ്പെടുത്താൻ കണ്ടിട്ടുണ്ട് ഞാനിത്. പക്ഷേ ഇതിന് ഗുണങ്ങൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. നമുക്കിപ്പം ഇത് മാങ്ങ ഞാൻ അച്ചാറിടുന്നത് കാണിക്കാൻ പോകാം കേട്ടോ. ഇത് ഇരിക്കട്ടെ. ഇതിൻ്റെ കൂടെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ അങ്ങ് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. ഈ മാങ്ങ തൊലിക്ക് നല്ല കട്ടിയൊന്നുമില്ല കേട്ടോ, തീരെ നൈസായ തൊലിയാണ്. അതുകൊണ്ട് തൊലിയോട് കൂടി അച്ചാറിടുന്നത്. ഓടിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ചെയ്യത്തില്ലയോ, ഇങ്ങനെ ഓടിച്ചിട്ട് ഇതിങ്ങനെ ചെയ്യും. ഇതിൻ്റെ കറയും ഈ പൊട്ടുകളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് തൊലിയോട് കൂടി ഇട്ടാലേ ഈ മാങ്ങ കുറേ നാളിരിക്കത്തുള്ളൂ കേട്ടോ. തൊലി എത്തിയിട്ടിട്ട് കഴിഞ്ഞാൽ ഇത് എളുപ്പം അങ്ങ് സോഫ്റ്റായി അങ്ങ് അളിഞ്ഞു പോകുന്നതോടൊക്കെ അങ്ങ് മാങ്ങ ഇരിക്കും. തൊലിയോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഇരിക്കും. നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെത്തി എടുത്തുകൊണ്ട് വരാം കേട്ടോ. വൃത്തിയായിട്ട് ചെത്തി എടുത്തുകൊണ്ട് വരാം. മാങ്ങ എല്ലാം ഞാൻ ഓടിച്ചിട്ട് ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എത്തിയാൽ മതി കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. എന്നിട്ട് നമുക്കൊന്ന് പുളിയെടുക്കാം കേട്ടോ. പുളി അധികം പുളിയൊന്നുമില്ല കണ്ടോ. ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് പുളിയെടുക്കാം. മാങ്ങ എല്ലാം ഇവിടെ പൂളി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ദശക്കട്ടിയുള്ള മാങ്ങ. നമുക്കിതൊന്ന് അരിഞ്ഞ് കടുമാങ്ങ അച്ചാറിടുമ്പോൾ ഉണ്ടല്ലോ ചെറിയ പീസായിരിക്കണം, എന്നാലേ കാണാനൊരു ഭംഗിയുള്ളൂ കേട്ടോ. ചിലർ കയണം മൂണമൊക്കെ അരിഞ്ഞിടുന്നത്. എനിക്ക് കണ്ടുകൂടാ അങ്ങനെ അരിഞ്ഞിടുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. അതുകൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയുണ്ട് കഷ്ണം. 3 കിലോ മാങ്ങ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 3 കിലോ മാങ്ങയ്ക്ക് ഒരു 6 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇത് 8 സ്പൂൺ. ഒരു 6 സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് നമുക്ക് ഇളക്കി വെക്കാം. ഇതിൻ്റെ അല്പം മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ. നല്ലോണക്കൊന്ന് ഇളക്കിയിട്ട് ഈ മാങ്ങ ഒന്ന് നല്ലോണം ഉപ്പൊന്ന് പിടിപ്പിച്ച് മാങ്ങ നല്ലോണം ഉപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങ അരിഞ്ഞു വെച്ചിട്ട് കഴുകുന്നില്ല, ഒന്നുമില്ല. മാങ്ങ മുഴുവൻ തെറ്റുന്നതിന് മുമ്പാണ് കഴുകി തുണിയും കൊണ്ട് തുടച്ച് എല്ലാം ആക്കി വെച്ചേക്കുവാണ്. ഇതിന് നമുക്ക് 3 മണിക്കൂർ ഇരുന്നാൽ മതി. 3 മണിക്കൂർ മാങ്ങ അരിഞ്ഞ് ഉപ്പ് വരട്ടി വെച്ചേക്കുവേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണോപ്പയ്ക്കകത്തോട്ട് വാരി വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഉപ്പും മാങ്ങയുടെ നീര് ഊറിയ വെള്ളം കുടിക്കപ്പെട്ട് അത് കളയരുത്. നമുക്ക് ഈ മാങ്ങയ്ക്കകത്ത് ഒഴിക്കാനാണ്. പുളിക്കും നല്ല മയത്തിനും നല്ലതാണ്. ഇതിങ്ങനെ കണ്ണോപ്പയ്ക്കകത്ത് വാരി വെച്ചേക്കുവാണ്. 3 കിലോ മാങ്ങയ്ക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് പിന്നെ എരിയുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട്. ഇത് 3 കിലോ മാങ്ങയും കൊണ്ട് 6 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ എരിയുള്ള മുളക് പൊടി, പിന്നെ 3 കുടം വെളുത്തുള്ളി,
കട്ടക്കായ ചേർക്കുന്നത് കേട്ടോ. പൊടിയെക്കാട്ടി നല്ലത് കട്ടക്കായ നമ്മൾ എണ്ണയ്ക്കകത്ത് മുറിച്ചിടുന്നതാണ് നല്ല രുചിക്കുന്നത്. നല്ലൊരു കൂട്ടം ഇഞ്ചി, വലിയൊരു കൂട്ടം ഇഞ്ചി, പിന്നെ കരിയാപ്പില ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഉലുവപ്പൊടി, കടുക്. ഞാൻ കടുകെണ്ണ അടുപ്പത്ത് വെച്ച് ഉരുളിക്കകത്ത് കടുകെണ്ണ വെച്ചിട്ടുണ്ട്. അത് നല്ലവണ്ണം തിളച്ച് അതിൻ്റെ പുക പോയി കഴിഞ്ഞിട്ട് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഈ കട്ടക്കായ ഒന്ന് മുറിച്ചെടുക്കാം. എണ്ണയ്ക്കകത്തോട്ട് കട്ടക്കായ ഒന്ന് മുറിച്ചെടുക്കാം. നല്ലവണ്ണം ഈ കായ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. കായ നല്ലവണ്ണം മൂത്തിട്ടുണ്ട്, അതിന് കോരി എടുക്കണം. എണ്ണയുടെ കാര്യം ഞാൻ പറയാൻ, ഗോൾഡ് വിന്നറിൻ്റെ എണ്ണ എടുക്കാം, കടുകെണ്ണ എടുക്കാം, സവോള എന്ന് പറയുന്ന എണ്ണ എടുക്കാം. കടുകെണ്ണയ്ക്കകത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ അച്ചാറിരിക്കും. ഇനി നമുക്കിതിനകത്ത് കടുകിടാം. ഒരു 3 സ്പൂൺ കടുകിടുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇടുക. ചെറുതായിട്ടൊന്ന് നല്ലവണ്ണം വെള്ളം പറ്റിയ വെളുത്തുള്ളി അങ്ങോട്ട് പെട്ടെന്ന് മൂക്കും. ഇഞ്ചി ഇട്ട് ഇപ്പം മൂത്തു. ഇനി കരിയാപ്പില ഇടുക. വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം മൂത്തു. തീ സിമ്മിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. എണ്ണക്കകത്ത് കിടന്ന് നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ. മുളക് പൊടി നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഈ മാങ്ങയുടെ വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അല്പം തീ കൂട്ടുവാണ്. ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണേ. ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ആ മാങ്ങയുടെ നീരും എല്ലാം കൂടെ ചേർന്നതാണ്. നല്ല ഉപ്പുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്തിൽ ഉലുവാപ്പൊടി ഇടാം. 3 സ്പൂൺ ഉലുവാപ്പൊടി ഇടുകയെന്ന്. അടുത്തായിട്ട് കായപ്പൊടി. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചേക്കുന്ന കായമാണ് ഈ ഗ്ലാസ്സിനകത്ത് ഇടിച്ച് വെച്ചേക്കുന്നത്. അതുകൂടി ഇതിനകത്ത് ചേർക്കാം. ഇതെല്ലാം ഇതിനകത്ത് യോജിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുവാണ് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞ് ഈ അരപ്പ് നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞാൽ മാങ്ങ ഇടാവും. അരപ്പ് നല്ലവണ്ണമൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇളം ചൂടേ ഉള്ളത്. എന്നിട്ട് നമ്മൾ ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മാങ്ങ അങ്ങ് വെന്തു പോകും. അതങ്ങ് അടിഞ്ഞിരിക്കും. ഇളം ചൂടിൽ തണുത്ത് കഴിഞ്ഞിട്ടൊന്ന് ഇട്ട് കഴിയുമ്പോഴേ മാങ്ങ വായിലിടുമ്പോൾ കടുമ്പിടാന്നൊന്ന് അടിച്ച് നമുക്ക് കഴിക്കത്തക്കോണക്കുള്ള ഒരു നല്ല ഇത് കിട്ടും. ഇനി നമുക്ക് മാങ്ങ കുടഞ്ഞിടാം. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. ഇനി അരപ്പിനകത്ത് ഈ മാങ്ങയുടെ വെള്ളം കിടന്ന് ഇങ്ങനെ ആയത്. ഇനി മാങ്ങ കുടഞ്ഞിടാൻ പോകും. മാങ്ങ അരപ്പിനകത്തോട്ട് തട്ടിയിട്ട് മാങ്ങായും അരപ്പും കൂടെ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മാങ്ങ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോണം, ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണേ. മാങ്ങ ഇട്ടിട്ട് ഉപ്പുണ്ടോന്ന് നോക്കുന്നില്ല. എല്ലാവരും വായിക്കൂടെ കപ്പിലിടും. അതുകൊണ്ട് ഞാൻ ഉപ്പുണ്ടോന്ന് നോക്കുന്നില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.